ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് അന്തു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാംസ് വരാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തെടുത്ത് അതേപോലെ തന്നെ ബേസിക് ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്ത് നമ്മളെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് അത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹരിത വിപ്ലവം ഏത് മേഖലയിലെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഹരിത വിപ്ലവം? ഏത് മേഖലയിലെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഹരിത വിപ്ലവം ഏത് മേഖലയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതാണ്? കൃഷിയാണ്. ഓക്കെ, ഏതാണ്? കൃഷി ആണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പോസിറ്റീവായിട്ടിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്നാണ്. ഓക്കെ, അടുത്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഓക്കെ, അദ്ദേഹത്തിന് എന്ത് ചെയ്തിരുന്നു? പത്മവിഭൂഷൺ അതേപോലെ തന്നെ എന്താണ് പത്മശ്രീ എന്നിവ എന്ത് ചെയ്യുന്നു? ലഭിച്ചിരുന്നു. ഓക്കെ, ഇതാണ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ. ഓക്കെ, ഇതൊക്കെ ഏത് കാലങ്ങളിലാണ് ലഭിച്ചെന്നറിയാലോ. പത്മഭൂഷൺ ലഭിച്ചത് 1972. അതുപോലെ പത്മശ്രീ ലഭിച്ചത് വർഷമാണ് 1967. അതേപോലെ എന്താണ് പത്മവിഭൂഷൺ ലഭിച്ചത് 1989. ഓക്കെ, അപ്പം പത്മഭൂഷൺ ലഭിച്ച ഏത് വർഷമാണ്? 1972. അതേപോലെ തന്നെ പത്മവിഭൂഷൺ ലഭിച്ചത് അദ്ദേഹത്തിന് എന്താണ് 1989. അതേപോലെ പത്മശ്രീ ലഭിച്ചത് 1967. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ഹരിത വിപ്ലവത്തിലൂടെ ഏത് ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിനാണ് ഇന്ത്യ വലിയ പുരോഗതി നേടിയത് എന്നുള്ളതാണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിലൂടെ ഏത് ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിനാണ് ഇന്ത്യ വലിയ പുരോഗതി നേടിയത് എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. പാല്, ഗോതമ്പ്, അരി എന്നാണ്. ഓക്കെ, ഇത് അരി എന്നാണ്. ഓക്കെ, അരി എന്നാണ്. ഓക്കെ, പരുത്തി, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നാണ്. ഏതാണ്? ഗോതമ്പ് അല്ലെങ്കിൽ അരിയാണ്. ഓക്കെ, ഏതാണ്? ഗോതമ്പ് അല്ലെങ്കിൽ അരിയുടെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ധവള വിപ്ലവം ഏത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം ഏത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ധവള വിപ്ലവം ഏത് ഉൽപ്പന്നവുമായി എന്തിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാലാണ്. ഏതാണ്? പാലാണ്. ഓക്കെ ആണല്ലോ. ധവള വിപ്ലവം ഏത് ഉൽപ്പന്നമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? പാലാണ്. ഏതാണ്? പാൽ ആണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ഫ്ലഡ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം. ഓക്കെ, തന്നിട്ടുണ്ട്. ഹരിത വിപ്ലവം, നീല വിപ്ലവം, ധവള വിപ്ലവം, സുവർണ വിപ്ലവം. ഏതാണ്? ധവള വിപ്ലവം. ഓക്കെ, ഇതാണ് ധവള വിപ്ലവം. ഓക്കെ, ധവള വിപ്ലവം ഏതാണ്? പാലുമായിട്ട് ബന്ധപ്പെട്ടാണ് ധവള വിപ്ലവം. ഓക്കെ, അടുത്ത ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉത്തരവാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ, മുൻവർഷ കാലങ്ങളിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഏതാണ്? വർഗീസ് കുര്യനാണ്. ആരാണ്? വർഗീസ് കുര്യനാണ്. ഓക്കെ, ആരാണ്? വർഗീസ് കുര്യനാണ്. ഓക്കെ, ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വർഗീസ് കുര്യൻ. അതാണ് വർഗീസ് കുര്യൻ. ഇപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതായത് നമ്മുടെ പാൽ സൊസൈറ്റികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എന്ത് ചെയ്യുക, ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റില്ലേ? അടുത്തിടെ മിൽമയുടെയൊക്കെ കവറുകളിലൊക്കെ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തമാക്കിയ പ്രധാന പരിപാടി ഏതാണ്? ഓക്കെ, ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തമാക്കിയ പ്രധാന പരിപാടി ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഏതാണ്? പഞ്ചവത്സര പദ്ധതിയാണ്, ഗ്രാമീണ വികസന പദ്ധതിയാണ്, ഹരിത വിപ്ലവമാണ്, വ്യാവസായിക നയങ്ങളാണ്. ഏതാണ്?
ഹരിത വിപ്ലവമാണ്. ഏതാണ്? ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ ആണ്. ഓക്കെ, ഏതാണ്? ഹരിത വിപ്ലവം. ഏതാണ്? ഹരിത വിപ്ലവം. ഓക്കെ, ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തമാക്കിയ പ്രധാന പരിപാടി ഏതാണ്? ഹരിത വിപ്ലവമാണ്. ഏതാണ്? ഹരിത വിപ്ലവമാണ്. അതാണ് ഗ്രീൻ റെവല്യൂഷൻ ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ തുടക്കം കുറിച്ചത് ഏത് രാജ്യത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്? ഓക്കെ, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്? ഏത് രാജ്യത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്? എ അമേരിക്ക, ബി ബ്രിട്ടൻ, സി സോവിയറ്റ് യൂണിയൻ, ഡി ചൈന. ഏതാണ്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്? ഏതാണ്? അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ചൈന. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമാണ്. ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ഏതാണ്? ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ഏതാണ്? സോവിയറ്റ് യൂണിയൻ. ഏതാണ്? ഇപ്പോഴത്തെ റഷ്യ. ഓക്കെ, ഇതിന് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ആദ്യത്തെ എന്താണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി, ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? അതിനെ വിളിച്ച പേരെന്താണ് അറിയാവോ? ഇല്ലല്ലോ. ഹരോഡ് ഡോമർ മോഡൽ പ്ലാൻ എന്നാണ്. അതാണ് ഹരോഡ് ഡോമർ മോഡൽ പ്ലാൻ എന്നാണ്. ഏതാണ്? 1951 തൊട്ട് 1956 വരെയാണ്. ഓക്കെ, 1951-56 ഹരോഡ് ഡോമർ മോഡൽ പ്ലാൻ എന്നാണ് അതിനെ വിളിച്ചത്. ഇതിനകത്തൊക്കെയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്തിരുന്നത്? മുൻഗണന നൽകിയിരിക്കുന്നത് അഗ്രികൾച്ചറും പിന്നെ എന്താണ്? ഇറിഗേഷനുമാണ്. എന്താണ്? അഗ്രികൾച്ചറും ഇറിഗേഷനുമാണ്. ഓക്കെ, അഗ്രികൾച്ചർ ഇറിഗേഷൻ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്താണ്? കൃഷിയും പിന്നെ എന്താണ്? ജലസേചനം. എന്താണ്? കൃഷിയും ജലസേചനമാണ്. എന്താണ്? കൃഷിയും ജലസേചനമാണ്. ഓക്കെ, ഓക്കെ, അടുത്തത് ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ഏതാണ്? ഫിനാൻസ് കമ്മീഷൻ, പ്ലാനിംഗ് ബോഡി കമ്മീഷൻ, നീതി ആയോഗ്, ഡെവലപ്മെന്റ് കമ്മീഷൻ. ഏതാണ്? നമുക്കറിയാവുന്ന ചോദ്യം. എന്താണ്? ഉത്തരമാണ്. ഓക്കെ, അടുത്തിടെയൊക്കെ LDക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സ്ഥാപനം ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഏതാണ്? നീതി ആയോഗാണ്. ഏതാണ്? നീതി ആയോഗാണ്. അതാണ് നീതി ആയോഗാണ്. കാണാമല്ലോ, നീതി ആയോഗ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാലോ. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഏത് മേഖലയിലെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഏത് മേഖലയിലെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയിലെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കുക. വ്യാവസായിക വളർച്ച, മാനവ വിഭവശേഷി വികസനം, IT മേഖലയിൽ കുതിച്ചാട്ടം, പ്രതിരോധ സാങ്കേതിക വിദ്യ. ഏതാണ്? ഏതാണ്? മാനവ വിഭവശേഷി വികസനമാണ്. ഏതാണ്? മാനവ വിഭവശേഷി വികസനമാണ്. അത് ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? ഹെൽത്തും എഡ്യൂക്കേഷനുമാണ്. ഇതാണ് ഹെൽത്തും എഡ്യൂക്കേഷനുമാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ്. ഇതാണ് ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ്. അതാണ് ഹെൽത്തും എഡ്യൂക്കേഷനുമാണ്. എന്തൊക്കെയാണ്? ഹെൽത്തും എഡ്യൂക്കേഷനുമാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ്. ഓക്കെ ആണല്ലോ. അത് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലോ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഏത് വർഷമാണ് സ്ഥാപിതമായത്? ഓക്കെ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഏത് വർഷമാണ് സ്ഥാപിതം ആയത്? ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടല്ലോ. 1957, 1969, 1975, 1980. ഏത് വർഷമാണ്? 1969. ഏതാണ്? 1969 എന്ത് ISRO സ്ഥാപിതമായത്. 1969 ISRO സ്ഥാപിതമായത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യങ്ങൾ മുന്നിലുണ്ട്. ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഏതാണ്? ഏതാണ് ഉപഗ്രഹം? ആര്യഭട്ടയാണ്. ഏതാണ്? ആര്യഭട്ടയാണ്. ഓക്കെ, ആര്യഭട്ടയാണ് എന്ത് ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം. ഏതാണ്? ISRO ആണ്. ഓക്കെ, ഏതാണ്? അല്ല, ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. ഓക്കെ, ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. ഓക്കെ, ആര്യഭട്ടയാണ്. ഓക്കെ ആണല്ലോ. ഏത് റോക്കറ്റ് ആയിരുന്നു അത്? കോസ്മോസ്
3M എന്നാണ്. ഓക്കെ, കോസ്മോസ് 3M എന്ന റോക്കറ്റാണ് എന്ത് ചെയ്ത് ആര്യഭട്ടയെ കൊണ്ടുപോയത്. കോസ്മോസ് 3 എന്ന റഷ്യൻ റോക്കറ്റാണ്. ഓക്കെ, റഷ്യൻ റോക്കറ്റാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിച്ച വർഷം ഏതാണ്? ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിച്ച വർഷം ഏതാണ്? ഏത് വർഷമാണ്? ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിച്ച വർഷം ഏതാണ്? 1969, 1975, 1980, 1982. ഏതാണ്? 1975 ആണ്. ഏതാണ്? 1975 ആണ്. ഓക്കെ, ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിച്ച വർഷം ഏതാണ്? 1975 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? നിങ്ങൾക്ക് അറിയാവുന്നൊരു പേരാണ്. ആരാണ്? കുറെ ഓപ്ഷൻസ് കാണാമല്ലോ. ഹോമി ജഹാംഗീർ ബാവ, വിക്രം സാരാഭായ്, സതീഷ് ധവാൻ, APJ അബ്ദുൽ കലാം. ഏതാണ്? വിക്രം സാരാഭായ് ആണ്. ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഓക്കെ, വിക്രം സാരാഭായ് ആണ് എന്ത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ APJ അബ്ദുൽ കലാം ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഹോമി ജഹാംഗീർ ബാവ എന്താണ്? അറ്റോമിക് എനർജിയുടെ എന്താണ്? അറ്റോമിക് എനർജിയുടെ ബന്ധപ്പെട്ട എന്താണ് പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന ആരാണ്? ഹോമി ജഹാംഗീർ ബാവയാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം? ഏതാണ്? മംഗൾയാൻ, ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ആദിത്യ L1. ഏതാണ്? ചന്ദ്രയാൻ 1 ആണ്. ഏതാണ്? ചന്ദ്രയാൻ 1 ആണ്. അറിയാലോ. ഇത് രണ്ടാണ് എന്ത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ. മംഗൾയാൻ എന്ന് പറയുന്നത് ഏതാണ്? മാഴ്സ്, ചൊവ്വയായിട്ട് ബന്ധപ്പെട്ടാണ്. ആദിത്യ L1 എന്ന് പറയുന്നത് സൂര്യനായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ്? സൂര്യൻ. ഇതെന്താണ്? ചൊവ്വയായിട്ട് ബന്ധപ്പെട്ടാണ്. ഏതാണ്? ചൊവ്വയായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 എന്ന് പറയുന്നതാണ് മൂണോ അല്ലെങ്കിൽ ചന്ദ്രനോട് ബന്ധപ്പെട്ടത്. മംഗൾയാൻ മാഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ആദിത്യ L1 എന്ന് പറയുന്നതാണ് ലഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് എന്ത് ചെയ്തു? നമ്മൾ സൂര്യനെ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? സാറ്റലൈറ്റ് വിട്ടാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സൂര്യനെ പഠിക്കാൻ വേണ്ടി ആണ്. ഓക്കെ, അടുത്തത് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ ഒരു പേടകം അയച്ച ആദ്യ ഏഷ്യൻ രാജ്യവും 4ാമത്തെ ലോക രാജ്യവും ഏതാണ്? ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ ഒരു പേടകം അയച്ച ആദ്യ ഏഷ്യൻ രാജ്യവും 4ാമത്തെ ലോക രാജ്യവും ഏതാണ്? ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ് അല്ലേ? നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഉണ്ട് ഏത് മിഷനായിരുന്നു? മംഗൾയാനായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം അത് സക്സസ്ഫുൾ ആക്കിയ രാജ്യം ഏതായിരുന്നു? സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയനാണ്. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇന്ത്യൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് ഉണ്ട്. A ബംഗളൂരു, B തിരുവനന്തപുരം, ശ്രീഹരിക്കോട്ട, D ഹൈദരാബാദ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീഹരിക്കോട്ടയാണ്. എവിടെയാണ്? ശ്രീഹരിക്കോട്ടയാണ്. ഓക്കെ ആണല്ലോ. ശ്രീഹരിക്കോട്ട ഞങ്ങൾ പത്രത്തിലൊക്കെ കേട്ട് കാണും. എപ്പോഴും ഏറെക്കുറെ എല്ലാ വിക്ഷേപണം നടക്കുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ഓക്കെ, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഏറെക്കുറെ എല്ലാ വിക്ഷേപണങ്ങളും നടക്കുന്നത്. അതിന് എന്താണ് വിളിക്കുന്നത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ് വിളിക്കുന്നത്. അണുശക്തി മേഖലയിൽ നിന്ന് അടുത്ത ചോദ്യങ്ങൾ. അണുശക്തി മേഖല. ഓക്കെ, ഇന്ത്യൻ അണുശക്തി പദ്ധതിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മളിപ്പോൾ അടുത്തിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ അണുശക്തി പദ്ധതിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ആരാണ്? ഹോമി ജഹാംഗീർ ബാവയാണ്. ആരാണ്? ഹോമി ജഹാംഗീർ ബാവയാണ്. ഓക്കെ, HJ ബാവ, ഹോമി ജഹാംഗീർ ബാവ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് ഏത് സ്ഥലത്ത് വെച്ചാണ്? ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് ഏതു സ്ഥലത്ത് വെച്ചാണ്? എവിടെ വെച്ചാണ്? ചണ്ഡീഗഡ്, പൊക്രാൻ, കാഞ്ചീപുരം, കൽപ്പാക്കം. ഏതാണ്? പൊക്രാനിൽ വെച്ചാണ്. എവിടെയാണ്? പൊക്രാൻ എവിടെയാണ്? രാജസ്ഥാനാണ്. ഓക്കെ, ഇവിടെയാണ് രാജസ്ഥാനാണ് ഈ പൊക്രാൻ എന്ന് പറയുന്നത്. ഓക്കെ, രാജസ്ഥാൻ എന്ത് പൊക്രാൻ എന്ന് പറയുന്നത്. പൊക്രാൻ എവിടെ വെച്ചാൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എവിടെ വെച്ചാണ്? പൊക്രാനിൽ വെച്ചാണ്. ഓക്കെ, അപ്പം അത് അന്നത്തെ PM ആരായിരുന്നു? അറിയാം? ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അന്നത്തെ PM ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ആ പരീക്ഷണത്തിലൂടെ എന്തായി മാറി? നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ 6ാമത്തെ
വലിയൊരു ന്യൂക്ലിയർ പവറായിട്ട് മാറുകയായിരുന്നു. ഇത് 6ാമത്തെ വലിയൊരു ന്യൂക്ലിയർ പവറായിട്ട് മാറുക ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം ഏതാണ്? 1971, 1974, 1998, 2000. ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം ഏതാണ്? 1974. ഏതാണ്? 1974. ഓക്കെ ആണല്ലോ, 1974. നോട്ട് ചെയ്ത് വെക്കുക. 1977 എന്ത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ പേരെന്താണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ പേര് എന്താണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ പേര് ഏതാണ്? ഓപ്പറേഷൻ ശക്തി. ഏതാണ്? ഓപ്പറേഷൻ ശക്തി എന്താണ് രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ പേര്. ഓക്കെ, ഒന്നാമത്തെ നൽകിയ പേര് എന്തായിരുന്നു? അത് ഓപ്ഷൻ തന്നെ ഉണ്ട്, സ്മൈലിംഗ് ബുദ്ധ അല്ലേ? അവിടെ പരീക്ഷണ ശേഷം അറിയപ്പെട്ടതാണ് ബുദ്ധൻ ചിരിക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ? ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞ എന്താണ്? കാർഗിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്പറേഷൻ വിജയ് കാർഗിലുമായിട്ട് ബന്ധപ്പെട്ട. ഓപ്പറേഷൻ ബൂസ്റ്റർ നമുക്കറിയാലോ, ഓപ്പറേഷൻ ബൂസ്റ്റർ ഒക്കെ ഇന്ദിരാഗാന്ധിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. ഓക്കെ, അടുത്തത് സാമ്പത്തിക സാങ്കേതിക മേഖലകളാണ്. ഓക്കെ, സാമ്പത്തിക സാങ്കേതിക മേഖലകളാണ്. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ഓക്കെ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത് വർഷമാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്, ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1947, 1950, 1951, 1956. ഏത് വർഷമാണ്? 1950. ഇതാണ് 1950 എന്ത് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചതാണ് 1950. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പോവാം. ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമാണത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഹരോഡ് ഡോമർ മോഡൽ പ്ലാൻ, ഹരോഡ് ഡോമർ മോഡൽ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1951. ഓക്കെ, 1951 മുതൽ 1956 വരെയായിരുന്നു എന്ത് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മൾ അന്ന് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഏതൊക്കെയായിരുന്നു? ഒന്ന് അഗ്രികൾച്ചറും കൃഷിയും അതേപോലെ തന്നെ ജലസേചനം അല്ലെങ്കിൽ ഇറിഗേഷനും ആയിരുന്നു. എന്താണ്? കൃഷിയും ജലസേചനവുമായിരുന്നു. കൃഷിയും ജലസേചനവും ആയിരുന്നു. ഓക്കെ, ആണല്ലോ. അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യങ്ങളുടെ മുന്നിലുണ്ട്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ, ബാംഗ്ലൂർ. ഏതാണ്? ബാംഗ്ലൂരാണ്. ഓക്കെ, ബാംഗ്ലൂരാണ് എന്ത് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂരാണ്. ഓക്കെ, ബാംഗ്ലൂരാണ് അല്ലെങ്കിൽ ബംഗളൂരു. ഓക്കെ, ആണെന്ത് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത്. ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ച വർഷം ഏതാണ്? ഓക്കെ, ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ച വർഷം ഏത് വർഷമാണ്? 1980, 1991, 2000, 2010. ഓക്കെ, 1980, 1991, 2000, 2010. ഏതാണ്? 1991 എന്ത് എക്കണോമിക് റിഫോംസ് ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ആരംഭിച്ച വർഷം. ആറ് കാലത്തായിരുന്നു? PV നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു. PV നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു. ഓക്കെ, PV നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു എന്ത് എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ആരംഭിച്ച വർഷം ഏതായിരുന്നു? 1991 PV നരസിംഹറാവു. ഓക്കെ, നരസിംഹറാവുവിൻ്റെ കാലത്താണ് എന്ത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഒക്കെ ഉണ്ടായ സമയം. അറിയാലോ. ലോകത്തിലെ അതിവേഗം വളരുന്ന ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റിയത് ഏത് നയങ്ങളാണ്? ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റിയത് ഏത് നയങ്ങളാണെന്നുള്ളതാണ്. സോഷ്യലിസ്റ്റ് നയങ്ങൾ, സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ, സംരക്ഷണ നയങ്ങൾ, കാർഷിക നയങ്ങൾ. ഏതാണ്?
സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളാണ്. ഏതാണ്? സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളാണ്. ഓക്കെ, സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളാണ് ലോകത്തിലെ അതിവേഗം വളരുന്ന ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റിയത്. ഓക്കെ, മാറ്റിയ നയങ്ങളൊന്നും. ഓക്കെ, ഇത് ജനാധിപത്യവും ഭരണഘടനയുമാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1950. ഏതാണ്? 1950. നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് GK ആണ്. അതൊക്കെ എന്താണ്? 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യമുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ BR അംബേദ്കറിനെയാണ്. ആരെയാണ്? ഡോക്ടർ BR അംബേദ്കറിനെയാണ് ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത്. ആരെയാണ് ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്ന? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഏത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നേട്ടങ്ങളിൽ പെടുന്നു? ഇത് ഏത് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഏത് നേട്ടത്തിലാണ് എത്തിപ്പെടുന്നത്? ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏത് നേട്ടത്തിൽ പെടുന്നു? ഏതാണ്? സാമ്പത്തിക വളർച്ച, ഔദ്യോഗിക വൃദ്ധത്തിന്റെ പ്രത്യേകത, ജനാധിപത്യവും ഭരണഘടനയും, വ്യാവസായിക വികസനം. ഏതാണ്? ഔദ്യോഗിക വൃന്ദങ്ങളല്ല. എന്താണ്? ജനാധിപത്യവും ഭരണഘടനയുമാണ്. ഇതാണ് ജനാധിപത്യവും ഭരണഘടനയുമാണ്. അല്ലേ? ചോദ്യം തന്നെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉത്തരവുണ്ട്. ഇത് ജനാധിപത്യവും ഭരണഘടനയും. ഓക്കെ ആണല്ലോ? അടുത്തത്, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്നത് എന്ന നിർദ്ദേശക തത്വം ഏത് അനുച്ഛേദത്തിലാണ്? ഓക്കെ, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്നത് എന്ന് നിർദ്ദേശക തത്വം ഏത് അനുച്ഛേദത്തിലാണ്? ഗ്രാമപഞ്ചായത്തുകൾ ഏതാണ്? അനുച്ഛേദം 38, അനുച്ഛേദം 40, അനുച്ഛേദം 42, അനുച്ഛേദം 44. ഏതാണ്? അനുച്ഛേദം 40. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്നത് നിർദ്ദേശ തത്വം. അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 40. ഇതാണ് ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്ന ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഓക്കെ, അതാണ് അനുച്ഛേദം 40. 40ാമത് അനുച്ഛേദമാണ് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്ന ബന്ധപ്പെട്ട അനുച്ഛേദം. ഓക്കെ ആണല്ലോ? അടുത്തത്, ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആമുഖമാണ്. അതിന്റെ ആമുഖമാണ്. ആമുഖമാണെന്ത്? ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആമുഖമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം, ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് എന്ന പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം? ആർട്ടിക്കിൾ 44 എന്താണ്? ആർട്ടിക്കിൾ 44 അല്ലെങ്കിൽ അനുച്ഛേദം 44 എന്താണ്? ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ്. ഓക്കെ, ഉത്തരാഖണ്ഡാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യങ്ങളുടെ മുന്നിലുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഏത് അനുച്ഛേദത്തെയാണ്? ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഏത് അനുച്ഛേദത്തെയാണ്? നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട്. അനുച്ഛേദം 14, അനുച്ഛേദം 19, അനുച്ഛേദം 21, അനുച്ഛേദം 32. ഏതാണ്? അനുച്ഛേദം 32 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 32. ഓക്കെ, ആർട്ടിക്കിൾ 32. ഇതിനെയാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഏതൊരു വ്യക്തിക്കും അവന്റെ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുമെന്ന് പറയുന്നത് ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 32. ഓക്കെ, അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് അനുച്ഛേദത്തെയാണ്? അനുച്ഛേദം 32 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 32. ഓക്കെ, മറക്കരുത്. ആർട്ടിക്കിൾ 32 അംബേദ്കർ എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത്. ഓക്കെ,
അടുത്ത നിങ്ങളുടെ മുന്നിലുണ്ട് നിർദ്ദേശ തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി DPSP ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഓക്കെ, ഏതാണ്? ഭാഗം 3, ഭാഗം 4, ഭാഗം 4A, ഭാഗം 5. ഏതാണ്? ഭാഗം 4 ഏതാണ്? ഭാഗം 4. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്തിലോട്ട് പോവാം. ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ, ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്? ഭാഗം 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ഇവിടെ കണ്ടല്ലോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് നമ്മളിത് കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ അത് ഏതോടെ ബന്ധപ്പെട്ടാണ്? ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A. ഓക്കെ, ഭാഗം 4 അല്ലെങ്കിൽ പാർട്ട് 4A എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ, പാർട്ട് 4A. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളോ പാർട്ട് 3 അതാണ് പാർട്ട് 3. ഓക്കെ ആണല്ലോ. അതെവിടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? US നിന്നാണ്. ഏതാണ്? US നിന്നാണ്. ഓക്കെ, അടുത്തത് വിദ്യാഭ്യാസവും ആരോഗ്യവും ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ IIT സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഇന്ത്യയിൽ IIT സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്ന് ഏതാണ്? ഓക്കെ, സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്ന് ഏതാണ്? പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ പണ്ടൊക്കെ പഴയ എന്താണ് പുസ്തകങ്ങളൊക്കെ തുറക്കുമ്പോൾ ഫ്രണ്ടിൽ കാണാൻ പറ്റും. എന്താണ്? സർവശിക്ഷ അഭിയാൻ. ഏതാണ്? സർവശിക്ഷ അഭിയാൻ. ഏതാണ്? സർവശിക്ഷ അഭിയാൻ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തിലോട്ട് പോവാം. അടുത്തയാണ് നിങ്ങളുടെ മുന്നിലുണ്ട് 38ാമത്തെ ചോദ്യം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിനാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞ് കാണപ്പെടുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത്, ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? പ്രതിഭ പാട്ടീലാണ്. അതാണ് പ്രതിഭ പാട്ടീലാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ദളിതരുടെ അവകാശങ്ങൾക്കായി പോരാടിയ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? ദളിതരുടെ അവകാശങ്ങൾക്കായി പോരാടിയ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? സംശയം കൂടാതെ പറയാം, ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നേരത്തെ പറഞ്ഞ ആരാണ്? വർഗീസ് കുര്യനാണ്. ആരാണ്? വർഗീസ് കുര്യനാണ്. ഓക്കെ, അടുത്ത ചോദ്യങ്ങളുടെ മുന്നിലുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കാൻ സഹായിച്ച പ്രമുഖ വ്യക്തികളിൽ ഒരാൾ ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ അറിയാമല്ലോ. IISc സ്ഥാപിക്കാൻ സഹായിച്ച പ്രമുഖ വ്യക്തികളിൽ ഒരാൾ ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. ജംഷഡ്ജി ടാറ്റയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ടായിരുന്നു? മൈസൂർ റോയൽ ഫാമിലി, അതേപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൂടെ ചേർന്ന് IISc അല്ലെങ്കിൽ ഇന്ന് കാണുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ സ്ഥാപിതമായത്. ഓക്കെ,
ചോദ്യത്തിലോട്ട് പോകാം. അടുത്തത്, ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് സംഭാവന നൽകിയവരിൽ ഒരാൾ ആരാണ്? ഇതിനകത്ത് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി. ആരാണ് ആൻസർ? നിങ്ങളുടെ മുന്നുണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി. ഇദ്ദേഹം എന്തായിരുന്നു? എന്താ പറയുക, ഒരു റെയിൽവേ മിനിസ്റ്ററും കൂടി ആയിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിൽ റെയിൽവേക്ക് തുടക്കമിട്ടത് ആരുടെ കാലത്താണ്? ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ് ഇത് ഇന്ത്യൻ റെയിൽവേക്കും ടെലിഗ്രാഫിനൊക്കെ തുടക്കം കുറിച്ചത്. ഓക്കെ. അടുത്തത്, ഇന്ത്യയുടെ വിദേശ നയം അടിസ്ഥാനമാക്കി പ്രധാന തത്വങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യയുടെ വിദേശ നയം അടിസ്ഥാനമാക്കിയ പ്രധാന തത്വങ്ങളിൽ ഒന്ന് ഏതാണ്? ചേരിചേര നയമാണ്. ഏതാണ്? ചേരിചേര നയമാണ്. ഓക്കെ, ചേരിചേര നയം അറിയാലോ. നമ്മൾ ആരുടെയും പക്ഷമല്ലെന്ന് കാണിക്കുന്നത് ചേരിചേര നയം. ഓക്കെ, ഒരു കോൾഡ് വാർ സമയത്ത്, ശീതയുദ്ധ കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്, ചേരിചേര നയം പറയുന്ന സംവിധാനമൊക്കെ വരുന്നത്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന് വേണ്ടി നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോയത്. ഓക്കെ. അടുത്തത്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ ഉത്പാദകരിൽ ഒന്നായത് ഏത് മേഖലയിലെ നേട്ടമാണ്? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ ഉത്പാദകരിൽ ഒന്നായത് ഏത് മേഖലയിലെ നേട്ടമാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, മെഡിസിൻ, ടെക്നോളജി, ബഹിരാകാശം. ഏതാണ്? ആരോഗ്യം അല്ലെങ്കിൽ മെഡിസിൻ ആണ്. ഓക്കെ, ആരോഗ്യം അല്ലെങ്കിൽ മെഡിസിൻ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, പ്രാദേശിക ഭാഷകളിലെ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ സ്ഥാപിച്ച പ്രധാന സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ ആർട്സ് ആണോ? സാഹിത്യ അക്കാദമി ആണോ? ലളിതകലാ അക്കാദമി ആണോ? സംഗീത നാടക അക്കാദമി ആണോ? ഏതാണ്? സാഹിത്യ അക്കാദമിയാണ്. ഏതാണ്? സാഹിത്യ അക്കാദമി ആണ്. ഓക്കെ ആണല്ലോ. അതായത് ഇതിന്റെ നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് ഇപ്പോഴത്തെ? ഡോക്ടർ മാധവ് കൗശിക് ആണ്. അതാണ് ഡോക്ടർ മാധവ് കൗശിക് ആണ്. അതേപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ ഇപ്പോഴത്തെ എന്താണ് പ്രസിഡന്റ് ആയിരിക്കുന്നതാണ്? കെ സച്ചിദാനന്ദനാണ്. ആണ് കെ സച്ചിദാനന്ദനാണ്. ഓക്കെ, മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഓക്കെ, മാറ്റം വന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഓക്കെ. അതേപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന സാമൂഹിക പരിഷ്കരണങ്ങളിൽ ഒന്ന് ഏതാണ്? ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന സാമൂഹിക പരിഷ്കരണങ്ങളിൽ ഒന്ന് ഏതാണ്? ജാതി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, സ്ഥിതി നിർത്തലാക്കൽ, സ്ത്രീധനം നിരോധിക്കൽ, ബാലവിവാഹത്തെ നിരോധിക്കൽ. ഏതായിരുന്നു? സ്ത്രീധനം നിരോധിക്കലായിരുന്നു. എന്താണ്? സ്ത്രീധനം നിരോധിക്കലായിരുന്നു. ഓക്കെ, സ്ത്രീധനം നിരോധിക്കലായിരുന്നു എന്ത്? സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന സാമൂഹിക പരിഷ്കാരങ്ങളിൽ ഒന്നേതായിരുന്നു? സ്ത്രീധനം നിരോധിക്കൽ ആയിരുന്നു. ഓക്കെ. അടുത്തത്, അതിൻ്റെ കൂടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനം ഏതാണ്? ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരത്തിൽ ഓപ്ഷൻ തന്നുണ്ട്. ഏതാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഏതാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. അതെന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, സ്ത്രീധനം നിരോധിക്കുന്നതിനുള്ള നിയമം അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? സ്ത്രീധനം നിരോധിക്കുന്നതിനുള്ള നിയമം അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? വർഷം? 51, 61, 71, 81. ഏതാണ്? 61 ആണ്. 1961 എന്ത്? സ്ത്രീധനം നിരോധിക്കാനുള്ള നിയമം പാസ്സാക്കിയ വർഷം എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിന്റെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു? ഇതിന്റെ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആയിരുന്നു. ഏത് വർഷമായിരുന്നു? 1861 ആരുടെ കാലത്ത്? ലോർഡ് കാനിങ് അല്ലെങ്കിൽ കാനിങ് പ്രഭുവിന്റെ കാലത്തായിരുന്നു. ഓക്കെ, ലോർഡ് കാനിങ് അല്ലെങ്കിൽ കാനിങ് പ്രഭുവിന്റെ കാലത്താണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അടുത്തത്, ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഓക്കെ, ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2004 ആണ്. ഏതാണ്? 2004 ആണ്. ഓക്കെ. ഇപ്പോഴത്തെ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ കിഷോർ
പക്വാനാണ്. ആരാണ്? ശ്രീ കിഷോർ പക്വാനാണ്. ആരാണ്? ശ്രീ കിഷോർ പക്വാനാണ്. ആരാണ്? ശ്രീ കിഷോർ പക്വാനാണ്. ശ്രീ കിഷോർ പക്വാൻ ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഭരണഘടനാപരമായ കമ്മീഷൻ ഏതാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. അതാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ അടുത്ത പോവാ. ഓക്കെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ UGC രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. ഓക്കെ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഓക്കെ കമ്മിറ്റി അല്ല കമ്മീഷൻ ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ കീഴിലുള്ള കമ്മീഷനായിരുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നമ്മൾ മറ്റെന്ത് പേര് വിളിക്കും? ഫസൽ അലി കമ്മീഷൻ എന്ന് വിളിക്കും. എന്താണ്? ഫസൽ അലി കമ്മീഷൻ എന്ന് വിളിക്കുക. എന്താണ്? ഫസൽ അലി കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഓക്കെ അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം സിമ്പിൾ ആണ്. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? സിമ്പിൾ ചോദ്യമാണ്. ആരാണ് വിജിലൻസ് കമ്മീഷണർ? ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ഓക്കെ ഇപ്പോഴത്തെ നിങ്ങളുടെ MCQs ഇപ്പോൾ വന്നിരുന്ന എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾ ബാക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ഓക്കെ എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബന്ധപ്പെട്ട് നമ്മുടെ AZB അക്കാഡമിയുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDSC ലോങ് ടൈം ബാച്ച് ആണ്. ഓക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് സിലബസ് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയാൻ മേത്ത ഒരാളാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ഈ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാം. ഓക്കെ ഇതിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ എന്താണ്? ഡെയിലി സ്റ്റഡി പ്ലാനിന്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ലൈവ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യും? റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്? പ്രീ വേക്യൂ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീ വേക്യൂ പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കുന്നത് ആണ്. അതേപോലെ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും എന്ത് ചെയ്യും? നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആണ്. നിങ്ങൾക്കറിയാലോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്താൽ മാത്രം എന്ത് ചെയ്യും? നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ പഠിച്ചു പോകണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സ്കോർ നമുക്ക് എന്ത് ചെയ്തിട്ടൊരു നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ അതേപോലെ തന്നെ സിലബസ് കവറേജ്, അതുപോലെ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നത്. എന്താണ്? സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ അതേപോലെ ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് നിങ്ങൾക്ക് എന്ത് തരം ഡൗട്ട് ഉണ്ടായപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കുക. ഓക്കെ നിങ്ങൾക്ക് മൊത്തം ഡൗട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ക്ലിയർ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ജോലിയെ ഞങ്ങൾ എത്തിക്കുന്നത് ആണ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ എന്താണ് ഇതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എന്തെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്റ്റ് ചെയ്യാവുന്നത് ആണ്. ഓക്കെ അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുക? ഉടനെ തന്നെ നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.